അലാസ്കയിലെ കൊടുംതണുപ്പിൽ അമേരിക്കൻ പ്രതിരോധ മേഖലയുടെ നെടുംതൂണായ F-35 ലൈറ്റ്നിംഗ് സെക്കൻഡ് യുദ്ധവിമാനം കത്തി നശിച്ചപ്പോൾ അതൊരു സാധാരണ വിമാന അപകടം മാത്രമായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും സങ്കീർണവും വിലയേറിയതുമായ ഈ ആയുധത്തിന്റെ പരാജയം സൈനിക സാങ്കേതിക വിദ്യയുടെ ഭാവിയെക്കുറിച്ചുള്ള നിർണായകമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. 2025 ജനുവരി 28 നടന്ന ഈ സംഭവം $200 മില്യൺ വിലമതിക്കുന്ന ഒരു വിമാനം എത്ര ദുർബലമാണെന്ന് ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നു. ഒരു ചെറിയ സാങ്കേതിക പിഴവ് എങ്ങനെ അതിഭീമമായ നഷ്ടത്തിലേക്ക് നയിച്ചു എന്നതിനെക്കുറിച്ച് 21ാം നൂറ്റാണ്ടിലെ ആകാശ യുദ്ധങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകുമെന്ന് കരുതപ്പെട്ടിരുന്ന F-35 വിമാനം സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെയും ഡാറ്റ ഫ്യൂഷൻ സിസ്റ്റങ്ങളുടെയും മൂർത്തിഭാവമാണ്. റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത ഈ വിമാനത്തിന് സ്വന്തം ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ ഒരു ചെറിയ പിഴവിനെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല. അലാസ്കയിലെ ഐൽസോൺ എയർഫോഴ്സ് ബേസിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തന്നെ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിന് തകരാറുണ്ടെന്ന് പൈലറ്റ് മനസ്സിലാക്കി. നോസ് ഗിയർ പൂർണ്ണമായി പിൻവലിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും താഴ്ത്താൻ ശ്രമിച്ചപ്പോൾ നോസ് ഗിയർ ഒരു വശത്തേക്ക് കുടുങ്ങി. നിസ്സാരമെന്ന് തോന്നാവുന്ന ഈ പ്രശ്നം മണിക്കൂറുകൾ നീണ്ട ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു. സാഹസികനും പരിചയസമ്പന്നനുമായ പൈലറ്റ് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ വിമാനത്തിന്റെ നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിനിലെ വിദഗ്ധരുമായി ബന്ധപ്പെട്ടു. ഒരു സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഒരു ഫ്ലൈറ്റ് സേഫ്റ്റി എഞ്ചിനീയർ, 3 ലാൻഡിംഗ് ഗിയർ സ്പെഷ്യലിസ്റ്റുകൾ എന്നിവരടങ്ങിയ 5-അംഗ സംഘം കൺട്രോൾ റൂമിൽ നിന്ന് പൈലറ്റിന് നിർദ്ദേശങ്ങൾ നൽകി. ഏകദേശം 50 മിനിറ്റോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ടച്ച് ആൻഡ് ഗോ തന്ത്രം പരീക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. റൺവേയിൽ വിമാനം ലാൻഡ് ചെയ്ത് തകരാർ പരിഹരിക്കാൻ ശ്രമിക്കുക, ശേഷം ഉടൻ തന്നെ വീണ്ടും പറന്നുയരുക എന്നതാണ് ഈ തന്ത്രം. എന്നാൽ ഈ സ്ഥിതി കൂടുതൽ വഷളാക്കി. ഈ ശ്രമത്തിനിടയിൽ പ്രധാന ലാൻഡിംഗ് ഗിയറുകൾ കൂടി കുടുങ്ങിയതോടെ പൈലറ്റിന്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഈ സമയം വിമാനത്തിലെ സങ്കീർണമായ കമ്പ്യൂട്ടർ സിസ്റ്റം ഒരു വലിയ പിഴവിലേക്ക് വീണു. ലാൻഡിംഗ് ഗിയറുകൾ ശരിയായി പ്രവർത്തിക്കാത്തതിനാൽ വിമാനം നിലത്താണെന്ന് സെൻസറുകൾ തെറ്റായി വായിച്ചു. ഇത് സിസ്റ്റത്തെ ഓട്ടോമേറ്റഡ് ഗ്രൗണ്ട് ഓപ്പറേഷൻ മോഡിലേക്ക് മാറ്റാൻ പ്രേരിപ്പിച്ചു. അതോടെ ആകാശത്ത് പറന്നുകൊണ്ടിരുന്ന വിമാനത്തിന്റെ നിയന്ത്രണം കമ്പ്യൂട്ടറിനെ ഏറ്റെടുക്കാൻ കഴിയാതെയായി. ഈ നിർണായക നിമിഷത്തിൽ പൈലറ്റ് അപകടം തിരിച്ചറിഞ്ഞു. കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധ്യതകളും നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വിമാനത്തിൽ നിന്ന് പുറത്ത് ചാടി. നിസ്സാര പരിക്കുകളോടെ അദ്ദേഹം സുരക്ഷിതമായി രക്ഷപ്പെട്ടെങ്കിലും ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന F-35 വിമാനം മിനിറ്റുകൾക്കുള്ളിൽ നിലത്തു വീണ് തീപിടിച്ച് നശിച്ചു. അപകടത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നു. തകരാറിലായ ലാൻഡിംഗ് ഗിയറിന്റെ ഹൈഡ്രോളിക് ഫ്ലൂയിഡിന്റെ 1/3 ഭാഗവും വെള്ളമായിരുന്നു. സാധാരണഗതിയിൽ ഇത് സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. അലാസ്കയിലെ താപനില 1 സെൽഷ്യസായി മാറിയതിനാൽ ഈ വെള്ളം ഐസായി മാറിയതാണ് ഹൈഡ്രോളിക് സിസ്റ്റം തകരാറിലാകാൻ പ്രധാന കാരണം. ഹൈഡ്രോളിക് ഫ്ലൂയിഡിന്റെ ശരിയായ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ സംഭവിച്ച വീഴ്ച ഈ ദുരന്തത്തിന് കാരണമായി. വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിയുടെ സമയത്ത് സംഭവിച്ച ഒരു ചെറിയ അശ്രദ്ധ $200 മില്യൺ നാശനഷ്ടങ്ങൾക്കും അമേരിക്കയുടെ പ്രതിരോധ മേഖലയുടെ സൽപ്പേരിനും കളങ്കമുണ്ടാക്കി. അന്വേഷണത്തിൽ മറ്റൊരു നിർണായക വിവരവും വെളിപ്പെട്ടു. ഇത്തരം ഹൈഡ്രോളിക് പ്രശ്നങ്ങൾ ഉണ്ടായാൽ പൈലറ്റുമാർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് ലോക്ഹീഡ് മാർട്ടിൻ 2024 ഏപ്രിൽ ഒരു ബുള്ളറ്റിൻ ഇറക്കിയിരുന്നു. ഈ മുന്നറിയിപ്പ് അപകട സമയത്ത് നിയന്ത്രണ മുറിയിൽ ഉണ്ടായിരുന്ന എഞ്ചിനീയർമാർക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ അവർ ടച്ച് ആൻഡ് ഗോ തന്ത്രത്തിന് പകരം പൈലറ്റിനോട് വിമാനത്തിൽ നിന്ന് പുറത്തു ചാടാൻ നിർദ്ദേശിക്കുമായിരുന്നു. ഈ സംഭവം അതിസങ്കീർണമായ സാങ്കേതിക വിദ്യ മാത്രം ഒരു ആയുധത്തിന്റെ വിജയത്തിന് മതിയാകുമോ എന്ന ചോദ്യം ഉയർത്തുന്നു. കോടിക്കണക്കിന് ഡോളർ മുടക്കി നിർമ്മിച്ച ഒരു യുദ്ധവിമാനം ഒരു ചെറിയ ഐസിംഗ് പ്രശ്നത്തിന്, ഒരു സോഫ്റ്റ്വെയർ പിഴവിനും കീഴടങ്ങിയത് അമേരിക്കൻ മാധ്യമങ്ങൾ ടെക്നോളജിക്കൽ സിഗ്നേച്ചർ ഫെയിലിയർ എന്നാണ് വിശേഷിപ്പിച്ചത്. ആധുനിക യുദ്ധവിമാനങ്ങൾ ഹൈപ്പർ ഇന്റഗ്രേറ്റഡ് സിസ്റ്റങ്ങളാണ്. ഇതിലെ ഓരോ ഭാഗവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ചെറിയ പിഴവ് പോലും വലിയ സിസ്റ്റം തകരാറിന് കാരണമാകും. F-35 വിമാനത്തിന്റെ ഈ ദുരന്തം സാങ്കേതിക വിദ്യയിൽ അമിതമായി ആശ്രയിക്കുന്നത് എത്രമാത്രം അപകടകരമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന്റെ ഇടപെടലുകൾക്ക് പ്രാധാന്യം നൽകുന്ന പഴയകാല യുദ്ധവിമാനങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങളിൽ പൈലറ്റിന് കൂടുതൽ മാനുവൽ നിയന്ത്രണങ്ങൾ ലഭിക്കുമായിരുന്നു. എന്നാൽ F-35 പോലുള്ള ആധുനിക വിമാനങ്ങളിൽ കമ്പ്യൂട്ടറിനാണ് കൂടുതൽ അധികാരം. F-35 വിമാനത്തിന്റെ ചരിത്രം തുടക്കം മുതൽ തന്നെ വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. വൻ ചെലവുകൾ, വികസനത്തിലെ കാലതാമസങ്ങൾ, നിരന്തരമായ സാങ്കേതിക പ്രശ്നങ്ങൾ എന്നിവ ഇതിന്റെ
പേരിനോട് ചേർന്ന് നിൽക്കുന്നവയാണ്. ഇതിന്റെ സോഫ്റ്റ്വെയറിലെ പിഴവുകൾ, സുരക്ഷാ പ്രശ്നങ്ങൾ, ഉയർന്ന പ്രവർത്തന ചെലവുകൾ എന്നിവയെക്കുറിച്ച് പ്രതിരോധ വിദഗ്ധർ നിരന്തരം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ ആയുധ പദ്ധതിയാണ് F-35. എന്നിട്ടും അതിന്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇന്നും അവശേഷിക്കുന്നു. ഈ ദുരന്തം F-35 വിമാനത്തിന്റെ ഡിസൈൻ, നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ എന്നിവയെക്കുറിച്ച് അമേരിക്കൻ പ്രതിരോധ വകുപ്പും ലോക്ഹീഡ് മാർട്ടിനും പുനർചിന്തനം നടത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുന്നു. ഒരു ചെറിയ സാങ്കേതിക പിഴവ് അമേരിക്കയുടെ സാങ്കേതിക കിരീടം നിലം പതിക്കാൻ കാരണമായി. സൈനിക സാങ്കേതിക വിദ്യയുടെ ഭാവി മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള ബന്ധത്തെ ആശ്രയിച്ചിരിക്കും. F-35ന്റെ ദുരന്തം യന്ത്രങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് എങ്ങനെ വിപരീത ഫലം നൽകുമെന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ യുക്തിബോധവും തത്സമയ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും യന്ത്രങ്ങളുടെ കൃത്യതയും വേഗതയും സംയോജിപ്പിക്കുക എന്നതാണ് ശരിയായ വഴി. ഈ ദുരന്തം അമേരിക്കയുടെ പ്രതിരോധ മേഖലയ്ക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സൈനിക ശക്തികൾക്കും ഒരു മുന്നറിയിപ്പാണ്. സങ്കീർണമായ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു കാര്യം, എന്നാൽ അവയുടെ സുരക്ഷിതമായ പ്രവർത്തനവും പരിപാലനവും മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് F-35ന്റെ ദുരന്തം ഒരു പുതിയ യുദ്ധവിമാനത്തിന്റെ പരാജയമല്ല, മറിച്ച് മനുഷ്യന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്ന ആധുനിക യുദ്ധ സാമഗ്രികളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. അമേരിക്കയുടെ അഭിമാനമായിരുന്ന F-35 വിമാനം ഒരു നിമിഷം കൊണ്ട് വെറും ലോഹ കഷണങ്ങളായി മാറിയപ്പോൾ അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമാണോ അതോ അവസാനമാണോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു.